Hey everyone, so welcome to our new video. Welcome to our deep cleaning vlog. ജോലിയുടെ ആവശ്യത്തിനും പോയി വരാനുള്ള എളുപ്പത്തിനുമൊക്കെ ആയിട്ട് ഞാനും അർജുനും കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ കോഴിക്കോട് ടൗണിലൊരു റെന്റഡ് അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡെലിവറി സംബന്ധിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് ആ വീട് ഇപ്പോൾ അടച്ചിട്ടേക്കാണ്. ഇടയ്ക്കെങ്ങാനും അർജു പോയി നിൽക്കും, അത്രയേ ഉള്ളൂ. കാര്യം അതൊരു കുഞ്ഞു സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ചെറിയ അപ്പാർട്ട്മെന്റാണ് ഞങ്ങൾക്ക് ആ വീട്. അപ്പോൾ ജാനി ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ഇനി അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആ വീട് ഇപ്പോൾ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ് ഞങ്ങൾ. 2 വർഷം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. വളരെ ചുരുക്കം സമയം മാത്രമാണ് അർജു അവിടെ പോയി നിന്നിട്ടുള്ളതും. പക്ഷേ നല്ല പൊടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തുനിന്നൊരു ഏജൻസീനെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്ന അകത്ത് ചെല്ലുമ്പോഴത്തേക്കും അതൊരു കംപ്ലീറ്റ് മെസ്സായിരുന്നു. ശരിക്കും അമ്മയുടെയും എൻ്റെയും കിളി പോയെന്ന് പറയാലോ. എവിടെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുക്കിംഗ് പഠിച്ചതും എൻ്റെ അർജുൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നതും ഒക്കെ ആയിട്ട് എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. സോ ഞങ്ങളുടെ ഈ കുട്ടി വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിങ്കിൾ ഹോം അസിസ്റ്റന്റിനെയാണ്. ഇവർ കോഴിക്കോട് ബേസ്ഡ് ആണ്. വീടിന്റെ അവസ്ഥ മഹാമോശം. ഞങ്ങളൊക്കെ മാസ്ക് ഇട്ടിട്ട് കുട്ടിക്ക് എന്താ മാസ്ക് ഇട്ട് കൊടുക്കാത്തതെന്ന് ആരും കമൻറ്റ് ചെയ്യേണ്ട. കാരണം അവളത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഒരു റൂം ആദ്യം തന്നെ വൃത്തിയാക്കിയിട്ട് ജാനീനെ ആ റൂമിലേക്ക് ആക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ബിസി ലൈഫിൽ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസാണ് ഡിങ്കിൾ ഹോം അസിസ്റ്റന്റ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോം കെയർ, ബേബി കെയർ, എൽഡർ കെയർ, കുക്കിംഗ്, മീൽ പ്രപ്പ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ഇവിടുത്തെ എങ്ങനെ അവസ്ഥ വരാൻ പോണേ, പക്ഷേ they are actually doing a nice job. അപ്പം നമുക്ക് വന്നിരുന്ന ആൾ അവിടെ സൈഡിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാത്രങ്ങളെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാം. കാരണം എല്ലാം കൂടെ ആകുമ്പോൾ അവർക്കും മേ ബി ഹെക്ടിക് ആയാലോ എന്ന് കരുതി. ഡിങ്കിൾ ഹോം അസിസ്റ്റൻസിൻ്റെ സർവീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും വെബ്സൈറ്റും ഇൻസ്റ്റഗ്രാം ID, മൊബൈൽ നമ്പർ എല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് അവറിന് 299 ദെൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഓരോ അവേഴ്സിനും 150 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് 3 അവേഴ്സിലേക്കായിരുന്നു. ദെൻ എനിക്കതൊരു 2 അവേഴ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു, എൻ്റെ വർക്ക് ഫിനിഷ് ആവാത്തത് കൊണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്രയും ഹെക്ടിക് ആയിട്ടുള്ള മെസ്സായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് അന്ന് വന്ന 2 ചേച്ചിമാർ, എനിക്ക് ആദ്യത്തെ ഒരാളെ അലോട്ട് ചെയ്ത് തന്ന ആൾക്ക് ഓൾറെഡി വേറെ ടാസ്ക് അസൈൻ ആയതുകൊണ്ട് 3 അവേഴ്സിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് 2 അവേഴ്സിന് വേറൊരു ലേഡിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് അലോട്ട് ചെയ്ത 2 ചേച്ചിമാരും ആക്ച്വലി വെരി വെൽ ഗ്രൂംഡ്, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിലുള്ള സർവീസാണ് എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. ഈച്ച് ആൻഡ് എവറി നൂക്ക് ആൻഡ് കോർണർ ഓഫ് മൈ ഹൗസ് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അത്ര ക്ലീൻ ആയിട്ട് എനിക്ക് എല്ലാ റൂംസും, കിച്ചൺ, ബാത്റൂം, ഹോൾ എല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ജാനി അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും അവർ ചെയ്യുന്നതല്ല, പക്ഷെ എനിക്ക് അവരെല്ലാം ഇതുപോലെ ഓരോ സെപ്പറേറ്റ് കവേഴ്സിലാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കേർട്ടൻസ് എല്ലാം അവർ അഴിച്ച് ഓരോ വിൻഡോസും ക്ലീൻ ചെയ്തപ്പോൾ ഞങ്ങളതെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെച്ചു. ആൻഡ് വേസ്റ്റും വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു വെക്കേണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ തിരിച്ചു കിട്ടിയത് പോലെയാണ് എൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റ്. ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ അപ്പാർട്ട്മെൻറ്റ് ഒരു കുഞ്ഞു സ്പേസ് ആണ്, പക്ഷെ അത് അത്രയും അവർക്ക് കഴിയുന്ന രീതിക്ക് അവരെനിക്ക് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 അവേഴ്സിൻ്റെ സർവീസ് എന്തായാലും വെർത്തായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ വീണ്ടും താമസിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് A to Z എല്ലാം ഗ്രോസറീസ് വാങ്ങിച്ചിട്ട് വേണം. അപ്പം ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ 1-2 അത്യാവശ്യ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് കുറച്ച് എൻ്റെ ഡബ്ബാസൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈവനിങ് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അർജു രാവിലെ ജോലിക്ക് പോകുന്ന ടൈമിൽ എന്നെ, അമ്മേനെയും ജാനിനെയും ഇവിടെ അപ്പാർട്ട്മെൻറ്റിലാക്കിയിട്ടാണ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകാനാണ്. ജാനി ഇങ്ങനെ ഇവിടെ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങാൻ നേരത്ത് ഞാൻ ആലോചിക്കായിരുന്നു ടൈം എന്ത് വേഗം പോയി. ഞാൻ ക്യാരിങ് ആയിട്ടിരുന്നപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബെഡിൽ വന്ന് കിടക്കും. ഇപ്പം അതാ ജാനി എൻ്റെ മേത്ത് റെസ്റ്റ് എടുക്കുക. അങ്ങനെ അർജു വരാറായപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി.
അർജു എത്തിയിട്ടുണ്ട്. പോയ പോലെയല്ല തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ അവസ്ഥ. Oh my god. വീടിന്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ അർജുൻ ഭയങ്കര ഹാപ്പിയായി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഡിങ്കിൾ ഹോം അസിസ്റ്റന്റിന്റെ സർവീസ് നമുക്ക് എടുക്കാന്നാണ് അർജുൻ പറയണേ. അപ്പോൾ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഗോകുലം മാളിൽ കയറി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് നേരെ ഞങ്ങൾ പോയത് ഗോകുലം മാളിൽ ദ ഷാപ്പ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞാനൊരു ചെമ്മീൻ കിഴിയും പൊറോട്ടയും അമ്മ പിടിയും കോഴിയും അർജു കൊത്തു പൊറോട്ട വിത്ത് ബീഫ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അർജു കിഴിപ്പൊറോട്ടയായിരുന്നു, കൊത്തു പൊറോട്ടയല്ലായിരുന്നു. എനിക്ക് അർജുൻ്റെ കിഴിപ്പൊറോട്ട ഭയങ്കര ഇഷ്ടമായി. ഞാനൊരു ബീഫ് പേഴ്സൺ അല്ല, പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷാപ്പിലെ ഫുഡ് യൂഷ്വലി ഇഷ്ടമുള്ളതാണ്. ഞാനും അർജുൻ പണ്ട് കോഴിക്കോട് ഇവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുള്ളതാണ്. അപ്പോൾ സെയിം ടേസ്റ്റ് ആണ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വയറ് നിറച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു ലോങ് ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇടയ്ക്കൊക്കെ കോഴിക്കോട് വന്ന് നിൽക്കണം എന്നാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. എങ്ങനെയൊക്കെ ആവും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ബൈ.